ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ കൊച്ചു ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടൊന്നുമല്ല, നിങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കുന്ന ഒരു പപ്പായ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ പപ്പായ എന്ന് പറയും, ചില സ്ഥലത്ത് കപ്പങ്ങ എന്ന് പറയും, പിന്നെ എൻ്റെ ഹസ്ബൻഡ് സൈഡിലേക്കൊക്കെ ആണെങ്കിൽ കറുവത്തും കായ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് പപ്പായ തോരൻ. അപ്പോൾ പപ്പായ തോരനെ കുറച്ചും കൂടി ഹെൽത്തി ആക്കാൻ വേണ്ടി ഞാൻ ഇതിനകത്ത് വൻപയറും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇനി ഉണ്ടാക്കാൻ നേരത്തെ ഇതേപോലെ വൻപയറൊക്കെ ചേർത്തൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിനി ഈ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഞാനിവിടെ ഈ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് പപ്പായ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നുറുക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം വെന്ത് കിട്ടും. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഒരു 3-4 ചെറിയുള്ളിയാണ്. ചെറിയുള്ളിനെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒരുപാടുള്ള പോലെ തോന്നുന്നത്. പിന്നെ ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 5 അല്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും അകത്തുള്ള തൊലി ഉണ്ടല്ലോ, അത് കളയാതെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 4-5 കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. ഇത് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കുട്ടികൾക്ക് കൊടുക്കാനുള്ളതിനാണ് ഞാൻ കുറച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഒരു അരമുറി തേങ്ങ ചിരവിയതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് വൻപയർ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് ഒരു പടി വൻപയർ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഞാൻ കുക്കറിൽ ഒരു 2 വിസിൽ വരുന്നവരെ എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വെള്ളം കളഞ്ഞിട്ടില്ല. ഈ വെള്ളം ഞാൻ തോരൻ ഉണ്ടാക്കാൻ നേരത്ത് ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. പിന്നെ നമുക്ക് വെളിച്ചെണ്ണയും ഉപ്പും കൂടി വേണ്ടതുണ്ട്. ഇത്ര ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റെസിപ്പി തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഉള്ളിയും മുളകൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. ഉള്ളിയും മുളകും നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം. അപ്പോൾ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. വെളിച്ചെണ്ണയാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ എല്ലാ തോരനും വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കാറ്. നമുക്കിനി ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും മുളകും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതെല്ലാം ഒന്ന് മൂത്ത് വരണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന കഴിയുമ്പോൾ നമുക്ക് പപ്പായ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അരിഞ്ഞു വെച്ചിട്ടുള്ള പപ്പായ ചേർക്കാം. പപ്പായ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. എല്ലാം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർക്കുന്നുള്ളൂ, കാരണം ഞാൻ ഇനി ഇതിലേക്ക് പയർ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ ഓൾറെഡി കുറച്ച് ഉപ്പുണ്ടാവും. പയർ ഉപ്പിട്ടിട്ടാണല്ലോ വേവിക്കുന്നത്. അപ്പോൾ ആ വെള്ളത്തിൽ ഉപ്പുള്ളതുകൊണ്ട് കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ. ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് നമുക്കൊരു 5 മിനിറ്റ് വേവിക്കാം. 5 മിനിറ്റ് മതി, അപ്പോഴത്തേക്കും വെന്ത് കിട്ടും. അത് കണ്ടോ, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട് പപ്പായ. ഇതുപോലെ കന കുറച്ച് അരിഞ്ഞുകൊണ്ടാണ് കേട്ടോ വേഗം വെന്ത് കിട്ടുന്നത്. പിന്നെ നമുക്ക് കഴിച്ച് നോക്കുമ്പോൾ അറിയാം നന്നായി വെന്തിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പയറും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി പയറിൽ എന്തെങ്കിലുമൊക്കെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റുന്ന വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തേങ്ങ ചെരുവിതും കൂടി ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.